ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നാടൻ വിഭവം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ആ നാടൻ വിഭവം പച്ചരി കൊണ്ടുള്ള പായസമാണ് കേട്ടോ. വെറും 15 മിനിറ്റ് കൊണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഈ പായസം ഉണ്ടാക്കാൻ ഇതുപോലത്തെ കപ്പിന് 2 കപ്പ് പച്ചരിയാണ് ഇട്ട് എടുത്തത്. അരി ഒരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകി അരിച്ചെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് 2 കപ്പിന് 10 കപ്പ് വെള്ളമാണ് ഇട്ട് അതിൽ ഒഴിച്ചെടുത്തത്. ഇനി മൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ കയറ്റിയെടുക്കുക വേണ്ടത്. ഈ പായസത്തിൽ തേങ്ങേൻ്റെ പാൽ ഒഴിച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. നല്ല വിളഞ്ഞ തേങ്ങ ചിരകിയെടുക്കണം. അതുപോലത്തെ 2 മുറി തേങ്ങ ചിരകിയിട്ട് 1-ാം പാലും 2-ാം പാലും ആയിട്ട് എടുക്കണം. തേങ്ങ ചിരകിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ പാൽ വേഗം പിഴിഞ്ഞെടുക്കാൻ കഴിയും കേട്ടോ. ഇപ്പം കുക്കർ 3 വിസിലൊക്കെ വന്നിട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 500 ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ശർക്കര ഒഴിക്കുന്ന സമയത്ത് ഈ ചോറൊന്നും കൂടി ഇങ്ങനെ ബലത്തിൽ നിൽക്കും കേട്ടോ. ഇനിയൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ആ 2-ാം പാല് അതിലൊഴിച്ചു കൊടുക്കുക. ഈ 2-ാം പാലൊക്കെ ഒഴിച്ചിട്ട് മധുരം നോക്കിയതിന് ശേഷം മധുരം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4 അച്ച് ശർക്കരയും കൂടി അലിച്ചതിൽ ചേർത്തിയിട്ടുണ്ട്. ഇനിയൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് ഞാൻ വീഡിയോയിൽ പിടിക്കാൻ വിട്ടതാണേ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആ 1-ാം പാലും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പായസം വല്ലാതെ തിളക്കരുത് കേട്ടോ. ഒന്നിങ്ങനെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അത് അതിലിട്ട് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് പായസം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആ തളയൊന്നും ഇങ്ങനെ വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ഇനി ഈ പായസത്തിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും മുന്തിരിയും നെയ്യിൽ വറുത്തിടണം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂണ് നെയ്യ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം കൊട്ടത്തേങ്ങ മുറിച്ചതാണ് കേട്ടോ. ചെറിയ പീസാക്കി മുറിച്ചിട്ട് അതും ആ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഈ അരിപ്പായസത്തിൽ കൊട്ടത്തേങ്ങ അങ്ങനെ അരിഞ്ഞിട്ടിട്ടാണ് പണ്ടേ ഉണ്ടാക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ മൂപ്പിച്ച് ചേർക്കാം. എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പില്ല, മുന്തിരിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ മുന്തിരി ലേശം അതിലിട്ടിട്ട് മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. ഈ കൊട്ടത്തേങ്ങ നെയ്യിൽ വറുത്തിട്ട് ഈ പായസത്തിലിട്ടിട്ട് പായസം കുടിക്കുന്ന സമയത്ത് ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ കോരി ചെരിയണ മഴയത്ത് വൈകുന്നേരം ഒന്നും എവിടേക്കും പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യല്ലോ. അപ്പം അങ്ങനെ തോന്നിയൊരു തോന്നലാണ് കേട്ടോ അങ്ങനെ ഒരു അരിപ്പായസം ഉണ്ടാക്കണമെന്ന്. എൻ്റെ അമ്മേൻ്റെ ഒരു ഫേവറേറ്റ് പായസമാണ് കേട്ടോ ഇത്. അമ്മേൻ്റെ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ കൊട്ടത്തേങ്ങ നല്ലോണം ഒരു പിടിയോളം നെയ്യിൽ മൂപ്പിച്ച് ചേർത്തുക ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ആ പായസത്തിലേക്ക് എടുത്തൊഴിക്കുക. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ വെറും 15 മിനിറ്റ് കൊണ്ട് കുക്കറിലെ പച്ചരി പായസം അടിപൊളി ടേസ്റ്റിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പായസം കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. അപ്പോൾ ഇനി പച്ചരി കിട്ടുന്ന സമയത്ത് ഈ മഴക്കാലമൊക്കെ അല്ലേ, നല്ല ചൂടോടെ ഇതൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൊണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ രുചി അറിയിക്കുകയാണെങ്കിൽ പിന്നെ പച്ചരി കിട്ടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നും. ഈ നാളികേരപ്പാലൊക്കെ ഒഴിക്കുന്നതിനെ കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.